എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ അടിമകളുടെ ബഹളമാണ്. അപ്പോൾ ഈ അടിമകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റുമെന്ന് ഇവന് തിരിച്ചറിയാനുള്ള ബോധമില്ല. ഇപ്പം നീ ആരാ? ഞാൻ കോൺഗ്രസ്സുകാരൻ. അവർ ചെയ്യുന്നത് ശരിയാണ്, അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ കൈപ്പത്തിക്ക് കിട്ടിയത് എന്ന് പറയാം. ഞാൻ അരിവാൾ ചുറ്റിയ നക്ഷത്രം, അത് ഞങ്ങൾ തകാക്കന്മാർ മറ്റേ അതാണ്. ഇതിനിടയിൽ ഇവനെ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കി നിന്നെ കൊണ്ടിടാം നമുക്ക് നാടിനൊരു മാറ്റം ഉണ്ടാക്കാം, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം ഏറ്റ് അളിയനെ തന്നെ വിട്ട് ധൈര്യമായിട്ട് മത്സരിക്കുക, ഞങ്ങളുണ്ട് കൂടെ. ഇത് കഴിഞ്ഞിട്ട് നേരെ ബൂത്തിലോട്ട് ചെന്ന് കയറി ഒമ്മേ കൈപ്പത്തി അയ്യോ, അല്ലെങ്കിൽ അരിവാളിച്ചിട്ട് അപ്പഴേ കംപ്രഷൻ അടിക്കുക. ഇതിൽ കൊണ്ട് ഇതാണ് പ്രശ്നം. അത് ഇവിടെ ഈ അടിമ മനോഭാവത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്ധത നിറഞ്ഞ സമൂഹമാണ് നമ്മുടെ ഇത് മാറി വരണമെങ്കിൽ അവൻ ഭീകരമായി പ്രതിഷേധിച്ചു തുടങ്ങണം. അവന്റെ പാർട്ടിയുടെ തെറ്റുകളെ അവൻ ചൂണ്ടിക്കാണിച്ചു തുടങ്ങണം. ഒരു വാർഡ് കമ്മിറ്റി കൂടുമ്പോൾ കോൺഗ്രസിലും അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി കൂടുമ്പോൾ സഖാക്കന്മാരും പറയണം നിങ്ങൾ ഈ ചെയ്യുന്ന ശരിയല്ല. അങ്ങനെ 100 ബ്രാഞ്ചിൽ നിന്ന് പിണറായി വിജയനെതിരെ ഒരു പ്രതിഷേധം വന്നാൽ ഈ പാർട്ടി തെറ്റ് തിരുത്തത്തില്ലേ? പിണറായി വിജയനെ കോൺഗ്രസ്സുകാർ ചീത്ത വിളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതത്തിൽ തിരുത്തൂ. പിണറായി വിജയനെ BJP നേതൃത്വം ചീത്ത വിളിച്ച ആ പാർട്ടി തിരുത്തില്ല. ആ പാർട്ടി തിരുത്തണമെങ്കിൽ ആ പാർട്ടിക്കാർ ചോദിക്കണം. ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും കഴിഞ്ഞതോടുകൂടി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് താഴെത്തട്ടിൽ നിന്ന് സഖാക്കന്മാർ ഉയർത്തിയത് എന്നൊരു വാർത്ത വരുമ്പോൾ മാത്രമേ നമ്മൾ തിരുത്തണോ വേണ്ടയോ എന്ന് ഇവർ ചിന്തിക്കത്തുള്ളൂ.